നോമ്പ് ചിന്ത ഹൃദയവഴി കാൽവരി 4-ാം ഭാഗം. തയ്യാറാക്കിയത് ഫാദർ ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. നീ എന്താണ് ചെയ്തത്? ബൈബിളിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്താണ് ചെയ്തത്? രണ്ടാമതൊരു ചോദ്യം, നീ എന്തു ചെയ്യുന്നു? മൂന്നാമതായി ഭാവി കാര്യങ്ങളും ദൈവം നിരീക്ഷിക്കുന്നു. ആദ്യത്തേത് ഇങ്ങനെ പറയാം: ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം. അവളുടെ മറുപടി, സർപ്പം എന്നെ വഞ്ചിച്ചു. പിന്നെ കായേനോടും അതേ ചോദ്യം, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. കായേൻ ആബേലിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ ചോദ്യം. ദൈവത്തിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുവാൻ നാം എപ്പോഴും ബാധ്യസ്ഥരാണ്. എന്നാൽ മറുപടി അവിടത്തേക്ക് കൂടി സ്വീകാര്യമായിരിക്കണം. കായേനും ഹൗവയ്ക്കും മറുപടി പറഞ്ഞതിൽ പിഴവ് പറ്റി. അതുകൊണ്ട് അവർക്ക് ശിക്ഷയിൽ ഒരിളവും കിട്ടാതെ പോയി. എന്തായിരുന്നു ഹൗവയുടെ ഉത്തരം? സർപ്പം എന്നെ വഞ്ചിച്ചു. അതായത് താൻ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചു. ദൈവസന്നിധിയിൽ ഇത് സ്വീകാര്യമാവില്ല. ഗർഭസ്ഥ ശിശുവിനെ നീ അബോർട്ട് ചെയ്തെന്ന് കരുതുക. ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഭർത്താവ് പറഞ്ഞിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെടില്ല. കാരണം നീയാണത് ചെയ്തത്. നിന്റെ വയറ്റിലാണ് കർത്താവ് കുഞ്ഞിനെ തന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും നിനക്കാണ്. അല്ലെങ്കിൽ ആ ഗർഭധാരണം കൊണ്ട് നിന്റെ ജീവന് ദോഷമുണ്ടാകുന്ന സ്ഥിതിയിലാവണം. അത് വൈദ്യശാസ്ത്രം പറയുകയും ചെയ്യണം. അതുപോലെ കായേൻ കൊടുത്ത മറുപടിയും ദൈവത്തിന് സ്വീകാര്യമായില്ല. നിന്റെ സഹോദരൻ ആബേൽ എവിടെ എന്ന ചോദ്യത്തിന്, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. ഇതായിരുന്നു അവൻ്റെ മറുപടി. നമ്മുടെ അപരാധങ്ങളെ ന്യായീകരിക്കുന്ന ഉത്തരം ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ അപരാധം നമ്മൾ തന്നെ ഏൽക്കുക. അനുതാപമാണ് അതിന് ഉത്തമ മാർഗം. ലോകത്തിലെ ഏറ്റവും നല്ല അനുതാപം നടത്തിയവരിൽ ഒരാൾ ദാവീദാണ്. ഊറിയായെ കൊന്നുകഴിഞ്ഞപ്പോൾ ദാവീദിനോടും ദൈവം ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്തത്? ഹൗവയും കായേനും കാണിച്ചതുപോലെ മറ്റുള്ളവരെ ചാരി രക്ഷപ്പെടാൻ ദാവീദ് ശ്രമിച്ചില്ല. നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഒരു തെറ്റും മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന ന്യായീകരണം ഉത്തമ അനുതാപത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ കുറ്റങ്ങളുടെ ഫലം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. എന്നാൽ മനുഷ്യൻ ഏറ്റെടുക്കാൻ കഴിയാത്ത ഭാരങ്ങൾ ഏറ്റെടുക്കുവാനാണ് ഈശോ മനുഷ്യാവതാരം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അവനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭാരങ്ങളാണ്, പാപങ്ങളാണ് അവൻ ചുമന്നതെന്ന് പറയുന്നതും ആ അർത്ഥത്തിലാണ്. അതിനാൽ കർത്താവെ, ഞാനിങ്ങനെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല, എന്നെ അനുഗ്രഹിക്കണം എന്നാണ് നാം പറയേണ്ടത്. ഇതാണ് തെറ്റുകൾ ദൈവത്തിനു മുമ്പിൽ പുറത്തു കിട്ടുവാൻ വേണ്ട കൃപാവര നിലപാട്.